بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد. കഴിഞ്ഞ പല ആയത്തുകളിലായി മുനാഫിക്കീങ്ങളെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത്. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല മുനാഫിക്കീങ്ങളെ പറ്റി തന്നെയാണ് അറിയിച്ചിരുന്നത്. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. റസൂലുള്ളാഹിയുടെ കൽപ്പനക്കു വിരുദ്ധമായി പോരാട്ടത്തിൽ നിന്നും പിന്മാറി സ്വഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് പിന്നിലായി പോയവർ സന്തോഷിക്കുന്നു. ശരീരവും സമ്പത്തും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനെ അവർ വെറുക്കുകയും കൊടും ചൂടിൽ നിങ്ങൾ പുറപ്പെടേണ്ടതില്ല എന്ന് പരസ്പരം പറയുകയും ചെയ്യുന്നു. പറയുക, നരകാഗ്നി ഇതിനേക്കാൾ ചൂടുള്ളതാണ്. അവർ കാര്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ. فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. അവർ കുറച്ച് ചിരിക്കുകയും അധികമായി കരയുകയും ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. കാരണം അവരുടെ പ്രവൃത്തികളുടെ ഫലം അപ്രകാരമായിരിക്കും. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെടാതെ പിന്മാറിയ മുനാഫിക്കീങ്ങളുടെ അവസ്ഥ അറിയിച്ചിരുകയാണ്. നാം കഴിഞ്ഞ പല ക്ലാസ്സുകളിലൂടെയും മനസ്സിലാക്കി, തബൂക്ക് പോരാട്ടത്തിനുള്ള ആഹ്വാനമുണ്ടായപ്പോൾ മുനാഫിക്കീങ്ങൾ പല കള്ളങ്ങളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പോയി പറയുകയും എന്നിട്ട് പോരാട്ടത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു, വലിയ ചൂടുള്ള സന്ദർഭമാണ്, അതുകൊണ്ട് പോരാട്ടത്തിന് പോവേണ്ട ആവശ്യമില്ല, നമുക്ക് വീടുകളിൽ തന്നെ ഇരുന്നു കൊള്ളാം, ഈ ചൂടത്ത് പോരാട്ടത്തിനായി പോവുക എന്നുള്ളത് വലിയ ത്യാഗമുള്ള കാര്യമാണ്, അതുകൊണ്ട് അതിന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പരസ്പരം പറയുമായിരുന്നു. പോരാട്ടത്തിൽ പോവാതിരിക്കാൻ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കളവുകൾ പറയുകയും അവർക്ക് പോരാട്ടത്തിൽ പോവാതിരിക്കാൻ അനുവാദം ലഭിക്കുമ്പോൾ അവർ സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്, നിങ്ങൾ പറയുന്നു ചൂടാണ്, അതുകൊണ്ട് പോരാട്ടത്തിന് പോവേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കളവ് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിൽ നിന്നും മടി കാണിക്കുന്നു, ഒരു ന്യായവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ തബൂക്ക് പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ദുനിയാവിലെ ചൂടിനെ നിങ്ങൾ വിഷമമായി കാണുന്നുണ്ട് എങ്കിൽ, ദുനിയാവിലെ ചൂട് കാരണം നിങ്ങൾ പോരാട്ടത്തിൽ നിന്നും പിന്മാറുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹു ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന നരകം അത് ഇതിനേക്കാൾ എത്രയോ ചൂടുള്ളതാണ്. ആ ചൂടുള്ള നരകത്തിൽ ഇട്ടുകൊണ്ടായിരിക്കും നിങ്ങളെ അള്ളാഹു ശിക്ഷിക്കുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. രണ്ടാമതായി നാം ഓതിയ ആയത്തിൽ അള്ളാഹു മുനാഫിക്കീങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങളിപ്പോൾ ചിരിച്ചുകൊള്ളുക, അള്ളാഹുവിൻ്റെ നിർബന്ധ കൽപ്പന വന്നിട്ടും അതിൽ നിന്നും നിങ്ങൾ പിന്മാറുകയും ആ പിന്മാറിയതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. പോരാട്ടത്തിൽ എടുക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങൾ പരസ്പരം ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ചിരിച്ചുകൊള്ളുക, എന്നാൽ ഒരിക്കലും കാലാകാലം നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ഈ മോശമായ കർമ്മം കാരണത്താൽ ധാരാളമായി നിങ്ങൾ കരയേണ്ടി വരുന്നതാണ്. ദുനിയാവിൽ നിങ്ങൾ കുറച്ച് മാത്രമാണ് ചിരിക്കുന്നത്, എന്നാൽ കാലാകാലം നിങ്ങൾക്ക് ആഖിറത്തിൽ ശിക്ഷയാണ് ഉണ്ടാവുക. അതിൻ്റെ പേരിൽ നിങ്ങൾ കാലാകാലം ധാരാളമായി കരയേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് പോരാട്ടത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണ്. ഒരിക്കലും കാലാകാലം നിങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാവുന്നതല്ല. കാലാകാലം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ദുഃഖവും ഖേദവും കരച്ചിലുമാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഈ രണ്ട് ആയത്തുകളിലൂടെയും അല്ലാഹു തആല തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെടാതെ പിന്മാറുകയും ആ പിന്മാറിയതിൻ്റെ പേരിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരെ ചൂടാണെന്ന് പറഞ്ഞ് പോരാട്ടത്തിൽ നിന്നും വിലക്കുകയും തടയുകയും ചെയ്ത മുനാഫിക്കീങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്.
തുടർന്നുള്ള ആയത്തിലും അല്ലാഹു തആല മുനാഫിക്കീങ്ങളുടെ വിഷയം തന്നെയാണ് അറിയിക്കുന്നത്. فَإِن رَّجَعَكَ اللَّهُ إِلَى طَائِفَةٍ مِّنْهُمْ فاستأذنوك للخروج فقل لن تخرجوا معي أبدا وقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين. അവരിൽ ഒരു വിഭാഗത്തിലേക്ക് താങ്കളെ അല്ലാഹു മടക്കുകയും താങ്കളുടെ കൂട്ടത്തിൽ പുറപ്പെടാൻ അവർ അനുമതി ചോദിക്കുകയും ചെയ്താൽ താങ്കൾ പറയുക, ഇനി എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും പുറപ്പെടേണ്ടതില്ല. ഇനി എൻ്റെ കൂട്ടത്തിൽ ഒരു ശത്രുവിനോടും യുദ്ധം ചെയ്യുകയും വേണ്ട. കാരണം ആദ്യ തവണ യുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി ഇരിക്കുന്നതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടു. ആകിയാൽ പിന്നിലായവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഇരുന്നു കൊള്ളുക. ഈ ആയത്തിലൂടെ മുനാഫിക്കീങ്ങൾക്ക് അല്ലാഹു ദുന്യാവിൽ തന്നെ നൽകിയ മറ്റൊരു ശിക്ഷയെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അല്ലാഹു തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പാപമോചനം തേടിയാൽ അതിനെ സ്വീകരിക്കുന്നതല്ല എന്ന് മുനാഫിക്കീങ്ങളുടെ വിഷയത്തിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ആയത്തിലും അല്ലാഹു തആല മുനാഫിക്കീങ്ങൾക്ക് പ്രതികൂലമായ ഒരു കാര്യം പറയുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോട്ട് ഇനി മുനാഫിക്കീങ്ങൾ പോരാട്ടത്തിനായി ഞങ്ങൾ വരട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെ പോരാട്ടത്തിനായി കൂട്ടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അഥവാ ഇനി അങ്ങോട്ട് ഒരു പോരാട്ടത്തിലും തബൂക്ക് പോരാട്ടത്തിൽ നിന്നും അവർ പിന്മാറുകയുണ്ടായി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു പോരാട്ടത്തിലും മുനാഫിക്കീങ്ങൾ മുസ്ലിമീങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പാടില്ല. പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചാലും അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നിന്ദ്യതയാണ്. കാരണം മുസ്ലിമീങ്ങളിൽ നിന്നും മുനാഫിക്കീങ്ങൾ ഒരിക്കലും അവർ മുനാഫിക്കീങ്ങളാണെന്ന് പ്രകടമാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഒരു മുനാഫിക്കീങ്ങളാണെന്ന് അറിയപ്പെടുന്നത് അവർ ഭയക്കുകയും അവർ വലിയ നിന്ദ്യതയായി കാണുകയും ചെയ്തിരുന്നു. ഈ ഒരു തീരുമാനം ഉണ്ടായതോടുകൂടി മുനാഫിക്കീങ്ങളെയും മുസ്ലിമീങ്ങളെയും അല്ലാഹു വേർതിരിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കീങ്ങൾക്ക് പോരാട്ടത്തിന് പോകാൻ അനുവാദം നൽകാതിരിക്കുന്നത് കൊണ്ട് തന്നെ മുനാഫിക്കീങ്ങൾ ആരാണെന്ന് മുസ്ലിമീങ്ങൾക്ക് വ്യക്തമാകും. ഈ ഒരു കാര്യം മുനാഫിക്കീങ്ങൾക്ക് വലിയ നിന്ദ്യതയും അവർ മറച്ചു കൊണ്ടു നടന്ന നിഷേധം വെളിവാകാനുള്ള കാരണമാവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു തീരുമാനം മുനാഫിക്കീങ്ങൾക്ക് വലിയൊരു ശിക്ഷയും പരീക്ഷണവുമായി തീർന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മുനാഫിക്കീങ്ങളോട് പറയുകയാണ്, നിങ്ങളെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാട്ടത്തിനായി വിളിച്ചപ്പോൾ പല അന്യായമായ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോരാട്ടത്തിൽ നിന്നും പിന്മാറി. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ കാലാകാലം ബലഹീനരായ ആളുകളോടൊപ്പം ഇരുന്നു കൊള്ളുക. ബലഹീനരായ ആളുകൾ, രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ അവർ ബലഹീനരായതുകൊണ്ട് അവർക്ക് പോരാട്ടത്തിന് പങ്കെടുക്കേണ്ടതില്ല. അതുകൊണ്ട് മുനാഫിക്കീങ്ങളും ഇനി പോരാട്ടത്തിന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. പങ്കെടുക്കാനുള്ള അനുവാദവും നിങ്ങൾക്കില്ല. നിങ്ങൾ പോരാട്ടമുണ്ടാവുന്ന സന്ദർഭത്തിൽ ഈ ബലഹീനരായ ആളുകളോടൊപ്പം വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ നിന്ദ്യതയ്ക്ക് കാരണമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓതിയ ആയത്തിലൂടെ അല്ലാഹു തആല മുനാഫിക്കീങ്ങൾക്ക് ദുനിയാവിൽ നൽകിയ വലിയൊരു നിന്ദ്യതയെ അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു ആയത്തിലൂടെയും അല്ലാഹു തആല മുനാഫിക്കീങ്ങളെ അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തബൂക്ക് പോരാട്ടത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ തബൂക്ക് പോരാട്ടം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു പോരാട്ടത്തിലും മുസ്ലിമീങ്ങളുടെ ഒപ്പം പങ്കെടുക്കാൻ പറ്റുന്നതല്ല. പൊതുവെ നല്ല പോരാട്ടങ്ങളിൽ മുനാഫിക്കീങ്ങൾ പങ്കെടുക്കുകയും ഗനീമത്ത് സ്വത്തുക്കൾ വാരിക്കൂട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഗനീമത്ത് സ്വത്തുക്കൾ കൊണ്ടാണ് മുനാഫിക്കീങ്ങൾക്ക് ധാരാളം സമ്പത്തെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് ഭൗതികമായ ഗനീമത്ത് സ്വത്തുകൾ കിട്ടുന്നതിൽ നിന്നും അവർ തടയപ്പെടുന്നതിനും കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ തബൂക്ക് പോരാട്ടത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തീരുമാനമിറക്കിയിരിക്കുന്നു.
ഇനി നിങ്ങൾ ഒരു പോരാട്ടത്തിനും പങ്കെടുക്കേണ്ട ആവശ്യമില്ല, പങ്കെടുക്കാനുള്ള അനുവാദവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ നിന്ദ്യന്മാരായി തീരുന്നതും അതുപോലെ ഭൗതികമായി ഗനീമത്തിൻ്റെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നതുമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല മുനാഫിക്കീങ്ങളുടെ വലിയ നാശത്തെയും നഷ്ടത്തെയും പറ്റി അറിയിച്ചിരുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.